നമസ്കാരം. ഞാൻ വിജു മാസ്റ്റർ. RPMM UP സ്കൂൾ എടക്കഴിയൂർ സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ. ഈ ഒരു കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി RPMM UP സ്കൂളും മുഴുവൻ കുട്ടികൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം പകരുന്നതിനുള്ള യജ്ഞം തുടക്കം കുറിക്കുന്നു. ഇന്ന് 7ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ 3ാം അധ്യായമായ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും എന്ന പാഠഭാഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഏവരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. പാഠഭാഗത്തിലെ ആദ്യ ഭാഗമായിട്ടുള്ള തംസ് ഓഫ് നഗോഡാസ് അഥവാ നഗോഡകളിലെ പെരുവിരൽ എന്ന ഭാഗത്തേക്ക് പ്രവേശിക്കാം. നഗോഡാസ് വേർ ദ സെറികൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. വീവേഴ്സ് ഫ്രം വേരിയസ് കൺട്രീസ് കെയിം ടു ബൈ ദ സിൽക്സ് ദേ പ്രൊഡ്യൂസ്ഡ്. നഗോഡ എന്ന കർഷക വിഭാഗം ബംഗാളിലെ പട്ടുനൂൽ കൃഷി ചെയ്യുന്ന ഒരു വിഭാഗം കൃഷിക്കാരായിരുന്നു. ഇവരുടെ പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്ന് ബംഗാളിലേക്ക് നെയ്ത്തുകാർ എത്തിയിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിലെത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിനോടൊപ്പം തന്നെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യവും കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി അധികാരം പിടിച്ചെടുത്തതായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞതും ബംഗാളായിരുന്നു. അതിനുവേണ്ടി കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഒന്ന് കാർഷിക സമൃദ്ധിയും മറ്റൊന്ന് കച്ചവട സൗകര്യങ്ങളുമാണ്. ഇതിനായി പല യുദ്ധങ്ങളും നടത്തി. അതിലൊന്നായിരുന്നു പ്ലാസി യുദ്ധം. 1757 നടന്ന പ്ലാസി യുദ്ധവും 1764 നടന്ന ബക്സർ യുദ്ധവും കമ്പനി വിജയിച്ചതോടുകൂടി കമ്പനി ബംഗാളിൽ പൂർണ്ണമായ അധികാരം പിടിച്ചെടുത്തു എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അധികാരം പിടിച്ചെടുത്തതായിട്ടുള്ള കമ്പനി ബംഗാളിൽ കർഷകർക്കെതിരെ നിരന്തരമായ ചൂഷണങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. They were made bonded laborers of the company, denying opportunity to seek any other means of livelihood. Nagodas were forced to live like slaves under the company. അധികാരം ലഭ്യമായിട്ടുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി നഗോഡ വിഭാഗത്തെ കൊണ്ട് നിരന്തരമായ പണി ചെയ്യിപ്പിക്കുകയും കുറഞ്ഞ കൂലി അവർക്ക് നൽകി പോരുകയും ചെയ്തിരുന്നു. The workers who were not willing to obey were tortured. ഇതിനെതിരെ പ്രതികരിക്കുന്നതായിട്ടുള്ള കർഷകരെ കമ്പനി നിരന്തരമായി ചൂഷണം ചെയ്തു പോന്നിരുന്നു. Their properties were seized. They collectively decided to give up their traditional occupation. എന്നാൽ ഈ ഒരു നഗോഡ വിഭാഗത്തിന് മറ്റൊരു ജോലിയും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. അവരുടെ പാരമ്പര്യമായ അവർക്ക് ലഭ്യമായിട്ടുള്ള ഈ ഒരു നെയ്ത്ത് അവരുടെ ഉപജീവനത്തിന് കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒന്നും ചെയ്യാനാവാതെ നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു കർഷകർ decided to cut off their thumbs as a protest against the policies of the East India Company. അവരുടെ പെരുവിരൽ മുറിക്കാൻ നിർബന്ധിതരാവുകയും അങ്ങനെയെങ്കിലും അവർ കമ്പനിയുടെ ഈ ഒരു ചൂഷണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഒരു നടപടിയാണ് ഇതെന്നും മനസ്സിലാക്കുകയും നഗോഡ വിഭാഗം കമ്പനിക്കെതിരെ തങ്ങളുടെ സ്വന്തം പെരുവിരൽ മുറിച്ച് കമ്പനിക്കെതിരെ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. You have seen the protest of the Nagodas. This was not an isolated event. The company rule adversely affected all the workers engaged in traditional occupation.
They were uprising in different parts of our country against this. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി നഗോഡ എന്ന വിഭാഗം കമ്പനിക്കെതിരെ തിരികുകയും തങ്ങളുടെ സ്വന്തം പെരുവിരൽ മുറിച്ചുകൊണ്ട് തങ്ങൾ കമ്പനിക്ക് എതിരാണ് എന്നുള്ളതും കമ്പനി ഭരണം തങ്ങളുടെ ജീവിതത്തെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. പരമ്പരാഗത തൊഴിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഭാഗക്കാരെയും കമ്പനി ഭരണം അന്ന് ഒരുപാട് ബാധിച്ചിരുന്നു. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു. ഹു വെയർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ. ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു കമ്പനി ഭരണത്തിൻ്റെ ചൂഷണങ്ങൾക്കിരയായത് എന്നുള്ളൊരു ഭാഗമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫാർമേഴ്സ്, കർഷകർ. പരമ്പരാഗതമായി കൃഷി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തെ എങ്ങനെയെല്ലാമാണ് കമ്പനി ചൂഷണങ്ങൾക്കിരയാക്കിയത്? സെക്കൻഡ് വൺ, വീവേഴ്സ്, നെയ്ത്തുകാർ. നെയ്ത്തുകാർക്കെതിരെ കമ്പനി എന്തെല്ലാമാണ് ചൂഷണമായി ചെയ്തത്? തേർഡ് വൺ, ക്രാഫ്റ്റ്മാൻ, കൈത്തൊഴിലുകാർ. കൈത്തൊഴിലുകാർക്കെതിരെ കമ്പനി നടത്തിയ നീക്കങ്ങൾ എന്തെല്ലാമാണ്? ലാസ്റ്റ് വൺ, ട്രൈബൽസ്, ഗോത്രവർഗക്കാർ. ഗോത്ര ജനതയ്ക്കെതിരെ കമ്പനിയുടെ ഇടപെടൽ എന്തെല്ലാമായിരുന്നു? എന്തുകൊണ്ടാണ് ഈ വിഭാഗങ്ങൾ എല്ലാം കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് ഇരയായത്? എന്തെല്ലാം രീതിയിലൂടെയാണ് ഇവർ കമ്പനിക്ക് എതിരെ തിരിഞ്ഞത്? എന്തെല്ലാം പ്രതിരോധ നടപടികളാണ് ഇവർ നടത്തിയത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. കർഷകർക്കെതിരെ കമ്പനി നടത്തിയ നടപടികൾ എന്തെല്ലാമാണ്? അഗെയിൻസ്റ്റ് ദ ഫാർമേഴ്സ്, കർഷകർക്കെതിരെ. With the subjugation of Bengal, the attention of the company shifted to the rich agriculture sector of the region. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ബംഗാൾ കീഴടക്കിയതോടുകൂടി കമ്പനിയുടെ ശ്രദ്ധ അതിസമ്പന്നമായ ബംഗാളിലെ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം. വാട്ട് വേർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? എന്തെല്ലാം തന്ത്രങ്ങളാണ് ഇതിനു വേണ്ടി അവർ സ്വീകരിച്ചത്? ഫസ്റ്റ് പോയിന്റ്, ലെവിഡ് ഹെവി ടാക്സ് ഓൺ ഫാർമേഴ്സ്. കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. കൃഷി ചെയ്യുന്നതിന് വലിയൊരു നികുതി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കർഷകർ നൽകണമെന്നുള്ള ഒരു നികുതി സമ്പ്രദായം കമ്പനി അന്ന് കൊണ്ടുവന്നു. സെക്കൻഡ് പോയിന്റ്, നോ ടാക്സസ് കൺസെഷൻ വെർ സാങ്ഷൻ ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദ അഗ്രികൾച്ചർ. അന്ന് കാലത്ത് വരൾച്ചയോ വെള്ളപ്പൊക്കമോ അതുപോലെ തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് കൃഷി നശിച്ചാൽ യാതൊരു നികുതി ഇളവുകളും അന്ന് കർഷകർക്ക് നൽകിയിരുന്നില്ല. തേർഡ് പോയിന്റ്, മിഡിൽ മാൻ സമീന്ദാർസ് വെർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിങ് ടാക്സ്. അന്ന് കാലത്ത് കർഷകരിൽ നിന്ന് നികുതി പിടിക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരായ സെമീന്ദാർസ് അഥവാ ജമീന്ദർമാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ജമീന്ദർമാർ മുഖാന്തരമായിരുന്നു കർഷകരിൽ നിന്ന് നികുതി പിരിച്ചെടുത്തിരുന്നത്. ഫോർത്ത് പോയിന്റ്, ഇമ്പോസ്ഡ് ദ കണ്ടീഷൻ ദാറ്റ് ദ ടാക്സസ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. കർഷകർ നികുതി നൽകേണ്ടത് പണമായി തന്നെ നികുതി നൽകണം എന്നുള്ള ഒരു സാഹചര്യം അന്ന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നിരുന്നു. ലാസ്റ്റ് പോയിന്റ്, ദ ഫാർമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് സാഹൂസ് ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺ അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇങ്ങനെ അന്ന് കാലത്ത് കൃഷിക്കാർക്ക് പണമായി നൽകാൻ ലാഭം കിട്ടാത്തൊരവസ്ഥ വന്നതോടുകൂടി കൃഷിക്കാർ പണം പലിശയ്ക്ക് കടം കൊടുക്കുന്നവരെ അഥവാ സാഹുക്കാർ എന്ന് വിളിക്കുന്ന പലിശയ്ക്ക് പണം കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടതായി വന്നു. ഈ ഒരു
5 പോയിൻ്റാണ് കൃഷിക്കാർക്ക് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ബാധിച്ചമായ അവസ്ഥ സംജാതമാക്കി തീർത്തത്. ദ കമ്പനി ഐഡൻറ്റിഫൈഡ് ദാറ്റ് the fertile field of Bengal were much favorable for growing the commercial crop like cotton, jute and indigo. These were the major raw materials for the industries in England. ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തുന്നു. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുവാണെന്നും അതിനാൽ തന്നെ ബംഗാളിൽ ഇത് കൃഷി ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായതിനാൽ അവിടുത്തെ കർഷകരെ കൊണ്ട് ഈ ഒരു കൃഷി ചെയ്യിപ്പിക്കാൻ കമ്പനി പ്രേരിതമാകുന്നു. Consequently, they decided to expand its cultivation and forced the farmers to do so. The fields that were used only for cultivation of food crops changed into the plantation of cotton, jute and indigo. എന്നാൽ ബംഗാളിലെ കൃഷിക്കാർ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന ഒരു കൃഷിക്കാരായിരുന്നു. അതിനാൽ തന്നെ ഈ കൃഷിക്കാരെ കൊണ്ട് ഭക്ഷ്യവിളകൾക്ക് പകരം തങ്ങൾക്ക് ആവശ്യമായതായിട്ടുള്ള പരുത്തി, ചണം, നീലം എന്നിവ മാത്രം കൃഷി ചെയ്താൽ മതിയെന്നും മറ്റൊരു ഭക്ഷ്യവിളകളും അവിടെ ഉൽപ്പാദിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനവും കമ്പനി അധികൃതർ എടുക്കുന്നു. ആസ് എ റിസൾട്ട് ഫാർമേഴ്സ് ബിക്കം ലാൻഡ്ലെസ് ആൻഡ് വെർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബറേഴ്സ്. അതിനാൽ കൃഷിക്കാർക്ക് തങ്ങളുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്യുന്നു. കാരണം എന്തെന്നാൽ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിക്കാൻ അറിയാവുന്ന കൃഷിക്കാർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പരുത്തിയും ചണവും നീലവുമെല്ലാം ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് അന്ന് അറിവില്ലായിരുന്നു. അതിനാൽ തന്നെ അവരുടെ എല്ലാ കൃഷിയിടങ്ങളും കമ്പനി അധികൃതർ പിടിച്ചെടുക്കുകയും അവിടെ അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഈ അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനാൽ പല കർഷകരും അന്ന് തങ്ങളുടെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുത്താൻ അതൊരു അവസരമായി മാറുകയും അവർ തൊഴിലാളികളായി മാറുകയും നിത്യജീവിതത്തിന് പണം ലഭ്യമല്ലാതെ അവർ ദുരിതാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. കമ്പനി ഭരണം കർഷകരെ മാത്രമായിരുന്നില്ല ബാധിച്ചിരുന്നത് നമുക്കറിയാം. കമ്പനി ചൂഷണം ചെയ്ത മറ്റൊരു വിഭാഗമായിരുന്നു ട്രൈബൽസ്. എഗെയിൻസ്റ്റ് ദ ട്രൈബൽസ്, ഗോത്രജനതയ്ക്കെതിരെ. ദ ഇൻട്രൂഷൻ ഓഫ് ദ കമ്പനി വാസ് നോട്ട് ലിമിറ്റഡ് ടു ദ അഗ്രികൾച്ചർ സെക്ടർ. ദേ ഫ്രെയിം സെവറൽ ലോ ടു എക്സ്പ്ലോയിറ്റ് ദ ഫോറസ്റ്റ് റിസോഴ്സസ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലുണ്ടായിരുന്ന വനസമ്പത്ത് മുഴുവനായി കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു. They framed the several law to exploit the forest resources. This law gave the company absolute control over the forest. ഇങ്ങനെ വനസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി ഒരുപാട് വന നിയമങ്ങൾ ഇവർ ആവിഷ്കരിക്കുകയും ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായും കമ്പനിയുടെ അധീനതയിലാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് കമ്പനിക്ക് മനസ്സിലാവുന്നു. This distribution, collection of forest products and adversely affected the tribals' traditional farming. എന്നാൽ പരമ്പരാഗതമായി വനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു ട്രൈബൽസ്. ഇത്തരം നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അത് ഈ ഗോത്രജനതയ്ക്ക് പ്രതികൂലമായി ബാധിക്കാൻ കാരണമാക്കി. ഇത്തരം നിയമങ്ങൾ ഗോത്രജനതയുടെ വനവിഭവങ്ങൾ ശേഖരിക്കാനുള്ള അവകാശവും വനത്തിൽ കൃഷി ചെയ്യാനുള്ള അവകാശങ്ങളും ഇല്ലാതാക്കി. ദ ട്രൈബൽ ഹെബിറ്റേറ്റ് വാസ് റിച്ച് ഇൻ മിനറൽ ഡെപ്പോസിറ്റ്സ്
and to exploit these, the British constructed roads and railways to this region. These measures intensified the miseries of the tribals. ഗോത്രജനതയുടെ ആവാസ മേഖല ഒരുപാട് ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്തെടുക്കുന്നതിന് വേണ്ടി വനങ്ങളിലേക്ക് വളരെ എളുപ്പം എത്തുന്നതിനും വനവിഭവങ്ങൾ എളുപ്പം അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകുന്നതിനും വേണ്ടി ഇംഗ്ലീഷുകാർ റോഡ്, റെയിൽ സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കുകയും ഇവരുടെ വനസമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമം തുടങ്ങുകയും ചെയ്തു. ഇത് ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. ഹൗ ഡിഡ് ദ ഫോറസ്റ്റ് ലോ ഇമ്പോസ് ബൈ ദ കമ്പനി അഡ്വേഴ്സ്ലി എഫക്റ്റഡ് ദ ട്രൈബൽ ലൈഫ്? ഒരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നു, കമ്പനിയുടെ വനനിയമങ്ങൾ ഗോത്രജനതയുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്യുക. നമുക്കറിയാം, കമ്പനിയുടെ നിയമങ്ങൾ ഗോത്രജനതയെ ഒരുപാട് ബാധിച്ചു എന്നും തങ്ങളുടെ എല്ലാ അവകാശങ്ങളെയും അതില്ലാതാക്കാൻ കാരണമാക്കി എന്നുള്ളതും ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. കമ്പനിയുടെ ചൂഷണം നേരിട്ടിട്ടുള്ള വിഭാഗം കർഷകരും ഗോത്രജനതയും മാത്രമായിരുന്നില്ല നമുക്കറിയാം. മറ്റു വിഭാഗക്കാരായിരുന്നു ക്രാഫ്റ്റ്മാൻസ് ആൻഡ് വീവേഴ്സ്, കൈത്തൊഴിലുകാരും നെയ്ത്തുകാരും. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് നോക്കാം, അഗെയിൻസ്റ്റ് ദ വീവേഴ്സ്, നെയ്ത്തുകാർക്കെതിരെ. യു നോ ദ കോട്ടൺ കൾട്ടിവേഷൻ become widespread in India during the company rule. Do not you, however, the handloom industry in India declined. Let us examine the reason. നാം മുമ്പ് പഠിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി കൃഷി ചെയ്യാൻ ഇംഗ്ലീഷുകാർ എല്ലാവിധ കൃഷിയിടങ്ങളും കർഷകരിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടുകൊണ്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖലയെ തകർച്ച നേരിടാൻ കാരണമാക്കിയത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ് ടു ബ്രിട്ടൻ. ആദ്യ പോയിൻ്റായിട്ടുള്ള അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. നമുക്കറിയാം, കൈത്തറി മേഖലയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു വസ്തു തന്നെയാണ് പരുത്തി. ഈ ഒരു പരുത്തി ഇന്ത്യൻ കൈത്തറി മേഖലയ്ക്ക് കൊടുക്കാതെ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ഇതോടുകൂടി കൈത്തറി മേഖലയിലെ ജോലി അന്യമാകാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. സെക്കൻഡ് പോയിന്റ്, ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് of cheaper textiles manufactured in the British factories. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതമായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ബ്രിട്ടനിൽ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ നിർമ്മിതമായിട്ടുള്ള തുണിത്തരങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ ഇന്ത്യയിലുള്ള കൈത്തറി മേഖലയിലുള്ള ജോലിക്കാർക്ക് ജോലിയില്ലാത്ത ഒരവസ്ഥ സംജാതമാകും. Third point, the excessive taxes were levied on cloth made in India. ഇനി ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള തുണിത്തരങ്ങളാണെങ്കിൽ ബ്രിട്ടീഷുകാർ അതിനെ ഉയർന്ന നികുതി ചുമത്തി കൊണ്ടുപോന്നു. ഇത്രയും കാരണങ്ങൾ കൊണ്ട് തന്നെ കൈത്തറി മേഖലയിലുള്ള ജോലി അവർക്ക് അന്യമാകാൻ തുടങ്ങുകയും ഒരുപാട് പേർക്ക് ഇത് തൊഴിൽ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു, ഇംഗ്ലീഷുകാരുടെ ഭരണം ഇന്ത്യയിലുള്ള പല വിഭാഗക്കാരെയും ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു എന്നും ഈ ഒരു വിഭാഗക്കാർക്ക് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുകയും കമ്പനിയുടെ അടിമകളായി മാറി ജോലി എടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ സംജാതമായി മാറുകയും ചെയ്തിരുന്നു. അതിലെ ആദ്യ ഭാഗമായ നഗോഡാസും രണ്ടാമത്തെ ഭാഗമായ ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്മാൻ, ട്രൈബൽസ്
എല്ലാ വിഭാഗക്കാരെയും കമ്പനി ഭരണം ഒരുപാട് ബാധിച്ചിരുന്നുവെന്നും തങ്ങളുടെ ജീവിതത്തിൽ പട്ടിണിയും പ്രാരാബ്ദങ്ങളുമല്ലാതെ മറ്റൊന്നും കമ്പനി ഭരണം കൊണ്ട് ഉണ്ടാക്കിയില്ല എന്നുള്ള ബോധ്യവും ഇവർക്ക് മനസ്സിലാക്കി. ഇതെല്ലാമാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരുന്നു. ക്വസ്റ്റ്യൻ: വാട്ട് വെർ ദ ഹാർഡ്ഷിപ്സ് ഫേസ് ബൈ ദ ഫാർമേഴ്സ് ഡ്യൂ ടു ദ ടാക്സ് റിഫോം ഓഫ് ദ ബ്രിട്ടീഷ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പാക്കിയ വിവിധ നികുതി സമ്പ്രദായം മൂലം കർഷകർ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് വ്യക്തമാക്കുക. എല്ലാവരും നോട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുകയും അതിൻ്റെ ആൻസർ നമ്മൾ ഈ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ കണ്ടെത്തി നോട്ടിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.